നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പാർട്ടി തീരുമാനത്തിന് വഴങ്ങി ഡൽഹിയിൽ നിന്നും കണ്ണൂരിൽ ഇന്ന് പുലർച്ചെ തിരിച്ചെത്തിയിരിക്കുകയാണ്. പല തീരുമാനങ്ങളും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ വെച്ചാണ് എടുത്തിരുന്നത്. ആ സമയമൊന്നും തന്നെ നാട്ടിലില്ലായിരുന്നു. പക്ഷേ കണ്ണൂരിലടക്കം കെ സുധാകരന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ, അദ്ദേഹത്തെ നെഞ്ചോട് എപ്പോഴും ചേർത്ത് നിർത്തുന്ന അണികളൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ അദ്ദേഹം കണ്ണൂരിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറിയ അദ്ദേഹം പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കണ്ണൂരിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മട്ടന്നൂർ വിമാനത്താവളത്തിലെത്തിയ സുധാകരനെ സ്വീകരിക്കാനായിട്ട് അവിടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയത്. പുലർച്ചെയാണ് സമയം എന്നുള്ളതൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് കെ സുധാകരനെ കാണാനായിട്ട് അവിടെ പാർട്ടി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയത്. അവർ അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് കാണുകയും അവരൊക്കെ തന്നെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിനെ ഉമ്മ വയ്ക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സമയം തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാനായിട്ട് ചോദിച്ചപ്പോഴൊക്കെ തന്നെ താൻ യാത്ര ചെയ്തു വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും തന്നെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും കർശന നിലപാടിന് മുന്നിലാണ് കെ സുധാകരന് വഴങ്ങേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹം നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കണ്ണൂരിലെത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹം തൻ്റെ പാർട്ടിയെ ഇനി പുതിയ ഭരണ സംവിധാനത്തിൽ എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ താൻ സജ്ജമാകും എന്നുള്ള വാക്കുകൂടി അദ്ദേഹം തരുന്നുണ്ട്. AK ആന്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നടത്തിയ അനുനയ നീക്കങ്ങളും സ്വതന്ത്രനായി മത്സരിച്ചാൽ MP സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അറിയിച്ചതോടെയുമാണ് സുധാകരൻ പിന്തിരിഞ്ഞത്. പല കോണുകളിൽ നിന്ന് ചെലുത്തിയ സമ്മർദ്ദം കെ സുധാകരൻ MP ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങി അതൊക്കെ തന്നെ മാറ്റിയിരിക്കുകയാണ്. MP-മാർക്ക് സീറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ പാർട്ടി ഉറച്ചു നിന്നതോടെ താൻ പാർട്ടി വിടില്ലെന്ന് വെളിപ്പെടുത്തി വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയത്. 3 ദിവസമാണ് നീണ്ടുനിന്ന പല തരത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനെല്ലാം ഒടുവിൽ കെ സുധാകരൻ ഇത്തരത്തിൽ തൻ്റെ നിലപാട് മയപ്പെടുത്തിയതോടുകൂടി തന്നെ 37 സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ രാത്രി കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ സുധാകരൻ ഒടുവിൽ ശാന്തനായത് കേവലം ഒരു ഫോൺ വിളി കൊണ്ട് മാത്രമല്ല, മറിച്ച് ഡൽഹിയിൽ ഹൈക്കമാൻഡ് കൃത്യമായി മെനഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടിയാണ് കെ സുധാകരനെ ഒന്ന് മയപ്പെടുത്തിയത്. 10 രാജാജി മാർഗിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് നടന്ന പല നിർണായക നീക്കങ്ങളും ചർച്ചകളുമാണ് സുധാകരനെ അനുനയ വഴിയിൽ എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സുധാകരനെ അനുനയിപ്പിച്ചത് എന്നതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് പല കാരണങ്ങൾ കെ സുധാകരനെ പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കാനായിട്ടും അതുപോലെ തന്നെ ഇത്തവണ മത്സരിക്കേണ്ടതില്ല അല്ലെങ്കിൽ താൻ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വഴിയിലേക്ക് കെ സുധാകരനെ എത്തിച്ചിട്ടുള്ള ചില കാരണങ്ങൾ പറയാം. ഉപതെരഞ്ഞെടുപ്പ് എന്ന വൻ ഭീതി. സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്നതായിരുന്നു ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഒന്നാമത്തെ തടസ്സം. അനാവശ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ വലിച്ചിഴച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിന് പകരം കോൺഗ്രസ് വിരുദ്ധ വികാരമായി മാറുമെന്ന് ഖാർഗെ സുധാകരനെ ഓർമ്മിപ്പിച്ചു. ജനങ്ങൾ ഇതിനോട് പ്രതികൂലമായി പ്രതികരിച്ചാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. മറ്റൊന്ന്, ലോക്സഭയിലെ ഓരോ വോട്ടും അനിവാര്യം. ദേശീയ തലത്തിൽ BJP നേരിടുമ്പോൾ ലോക്സഭയിൽ ഓരോ MP-യുടെയും സാന്നിധ്യം കോൺഗ്രസിന് അനിവാര്യമാണ്. സിറ്റിംഗ് MP-മാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും BJP-ക്കെതിരായ പോരാട്ടത്തിൽ സുധാകരനെ പോലൊരു കരുത്തൻ പാർലമെന്റിൽ വേണമെന്നും ഖാർഗെ വ്യക്തിപരമായി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ കടുത്ത നിലപാട്. MP-മാർ ആർക്കും ഇളവ് നൽകേണ്ടെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. സുധാകരന് മാത്രം ഇളവ് നൽകിയാൽ അത് മറ്റ് MP-മാരായ അടൂർ പ്രകാശ്, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർക്കിടയിലും വലിയ അമർഷമുണ്ടാക്കുമെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്ന രാഹുലിന്റെ നിർബന്ധത്തിന് മുന്നിൽ സുധാകരന് മറുപടി ഉണ്ടായിരുന്നില്ല. അടൂർ പ്രകാശിന്റെ സമ്മർദ്ദം.
സുധാകരനെ പരിഗണിച്ചാൽ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കേണ്ടി വരുമായിരുന്നു. ആറ്റിങ്ങലിൽ വെറും 684 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് പോയാൽ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റ് BJPയോ CPMോ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഹൈക്കമാൻഡ് ഭയപ്പെട്ടു. 2 പ്രമുഖ ഈഴവ നേതാക്കളെയും മാറ്റി നിർത്തുക എന്ന കടുത്ത തീരുമാനം ഖാർഗെ എടുത്തത് വലിയ രാഷ്ട്രീയ റിസ്ക് എടുത്തായിരുന്നു. സാമുദായിക സംഘടനകൾക്ക് വഴങ്ങേണ്ടെന്ന തീരുമാനം. ശിവഗിരി മഠം അടക്കമുള്ള സാമുദായിക സംഘടനകൾ സുധാകരനും അടൂർ പ്രകാശിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സാമുദായിക താൽപര്യങ്ങൾക്ക് വഴങ്ങി രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കരുതെന്ന VD സതീഷിന്റെ ഹൈക്കമാൻഡിന്റെയും നിലപാട് ഖാർഗെ സുധാകരനെ ബോധ്യപ്പെടുത്തി. ഇത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയെ ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റായ സന്ദേശം നൽകുമെന്ന നിരീക്ഷണം. സമ്മർദ്ദത്തിന് വഴങ്ങി സീറ്റ് നൽകിയാൽ അത് അണികൾക്കിടയിൽ അച്ചടക്കമില്ലായ്മയ്ക്ക് കാരണമാകുമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തി. ഭീഷണിപ്പെടുത്തിയാൽ സീറ്റ് കിട്ടുമെന്ന തോന്നൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്നും ഖാർഗെ സുധാകരനോട് തുറന്നു പറഞ്ഞു. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുധാകരന്റെ പരാതികളും ആവശ്യങ്ങളും നേരിട്ട് കേൾക്കാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായും പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കാമെന്നും ഖാർഗെ ഉറപ്പു നൽകി. പാർട്ടിക്കുള്ളിലെ തന്റെ സ്ഥാനം ഇല്ലാതാകുമോ എന്ന സുധാകരന്റെ ഭയം ഇതോടെ ഒരേ പരിധിവരെ ഇല്ലാതെയായി. അർഹമായ പരിഗണന ഭാവിയിൽ നൽകുമെന്നും വാഗ്ദാനവും അനുനയത്തിന് കാരണമായി. ഖാർഗെ ഒരു വശത്ത് രാഷ്ട്രീയ കാരണങ്ങൾ നിരത്തിയപ്പോൾ മറുവശത്ത് AK ആന്റണി വൈകാരികമായ നീക്കങ്ങളാണ് നടത്തിയത്. കണ്ണൂരിൽ ജീവൻ പണയപ്പെടുത്തി പാർട്ടിയെ വളർത്തിയ സുധാകരൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്ന ആന്റണിയുടെ അഭ്യർത്ഥന സുധാകരന്റെ മനസ്സ് മാറ്റുന്നതിൽ നിർണായകമായി. ഒപ്പം തന്നെ സുധാകരന് ഇളവ് നൽകിയാൽ താൻ മത്സര രംഗത്ത് നിന്നും പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും VD സതീശൻ കടുത്ത നിലപാടെടുത്തു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും 2 തട്ടിലാകുന്നത് തെരഞ്ഞെടുപ്പിനെ തകർക്കുമെന്നും ഖാർഗെ സുധാകരനെ ധരിപ്പിച്ചു. ഒടുവിൽ പാർട്ടിയുടെ ഐക്യം മുൻനിർത്തി സുധാകരൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. വിമതനായി പോയാൽ ഇതുവരെ കെട്ടിപ്പടുത്ത കണ്ണൂരിലെ കരുത്തൻ എന്ന ഇമേജ് തകരുമെന്നും MLA ആകാനുള്ള വ്യാമോഹത്തിനു വേണ്ടി പാർട്ടിയെ തകർത്തു എന്ന പഴി കേൾക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം ഖാർഗെ സുധാകരനിൽ എത്തിച്ചു. ഒടുവിൽ പാർട്ടി വലുത് ഞാൻ ചെറുത് എന്ന് പറഞ്ഞ് സുധാകരൻ പിൻവാങ്ങിയതും ഖാർഗെയുടെ കൃത്യമായ നയതന്ത്ര വിജയമായിരുന്നു. ഏതായാലും ആ ഒരു ചാപ്റ്റർ തൽക്കാലത്തേക്ക് വിരാമമായിരിക്കുകയാണ്. ഇനി അവിടെ മണ്ഡലത്തിൽ തന്നെ പ്രചാരണ പരിപാടികളുമായിട്ട് സുധാകരൻ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇനി ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് എന്നറിയില്ല. 37 മണ്ഡലങ്ങളിലെ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് പട്ടികയ്ക്ക് അന്തിമ രൂപമായി. സുധാകരൻ വാശി പിടിച്ച കണ്ണൂർ സീറ്റിൽ TO മോഹനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. കോന്നിയിൽ അടൂർ പ്രകാശിന് പകരം സതീഷ് കൊച്ചുപറമ്പിലും കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് പകരം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ജനവിധി തേടും. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്ന് മാറ്റിയ പാർട്ടി പകരം മനോജ് മുത്തേടനെയാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPM വിട്ടുപോകുന്ന പ്രമുഖ വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ G സുധാകരൻ, ഒറ്റപ്പാലത്ത് PK ശശി എന്നിവർക്ക് UDF പിന്തുണ നൽകാൻ തീരുമാനിച്ചു. ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇനി വഴിയൊരുക്കുന്നത്. തീർച്ചയായിട്ടും സുധാകരൻ കണ്ണൂരിൽ നിന്ന് വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രചാരണ നീക്കങ്ങളൊക്കെ തന്നെ എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ്.